ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ലോട്ടറി ടിക്കറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ലോട്ടറി ടിക്കറ്റ് ഇന്ന ആൾക്കാർക്ക് അടിക്കുമോ, ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കുമോ എന്നുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടുമില്ല, അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ലോട്ടറി ടിക്കറ്റിനെ പറ്റി, അതായത് ഓണം ബമ്പറാണ് ഞാൻ പറയുന്നത്. ഓണം ബമ്പർ എന്ന് പറയുന്ന സമയത്ത് 25 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത്. 25 കോടി പറയുമ്പോൾ ഒരു നല്ല തുക തന്നെയാണ്. അതിൻ്റെ ഏകദേശം കിഴിവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഏകദേശം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ 60% നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം ഒരു 12 കോടിയോളം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരാൾക്ക് സാധാരണക്കാർക്കെല്ലാം കിട്ടുകയാണെങ്കിൽ, സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. നിധി എന്ന് പറയുമ്പോൾ അന്ന് കാലത്തായാലും ഇന്ന് കാലത്താണെങ്കിലും ഭൂമിൻ്റെ അടിയിൽ പണ്ട് കാലത്തെല്ലാം കിണർ കുഴിക്കുന്ന സമയത്താണ് നിധി കിട്ടാറുള്ളത്. കിണർ അന്നേക്ക് വെള്ളത്തിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ കിണർ കുഴിക്കുകയോ അതുപോലെ എന്തെങ്കിലും കുഴികൾ കുഴിക്കുകയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുമാരുള്ള കുളങ്ങൾ കുഴിക്കുമ്പോഴോ എന്നീ സമയത്താണ് നിധി കിട്ടാറുള്ളത്. ആ നിധി കിട്ടുന്നത് അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യകടാക്ഷത്തിന് ഉടമസ്ഥനാക്കും ആ ഭൂമി ഉടമയെ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന ആളെ, അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളെ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് 12 കോടി, അതായത് 25 കോടി ബമ്പർ അടിച്ചാൽ 12 കോടി കൈ കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു നിധിയായിട്ട് കണക്കാക്കാം. അങ്ങനെ നറുക്കെടുക്കുന്ന ഒരു ബമ്പർ ലോട്ടറി സെപ്റ്റംബർ 27, 2025 സെപ്റ്റംബർ 27 അതിൻ്റെ നറുക്കെടുപ്പ്. അതിൻ്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 27 ഒരു ശനിയാഴ്ച ദിവസമായിട്ടാണ് എടുക്കുന്നത്. ശനിയാഴ്ച ദിവസം ഒരു അനിഴ നക്ഷത്രത്തിലാണ് നറുക്കെടുപ്പ് വരുന്നത്. ശുക്ലപക്ഷ ഷഷ്ടി, അതായത് വെളുത്ത പക്ഷത്തിലത്തെ 6ാമത്തെ ദിവസമാണ് സെപ്റ്റംബർ 27 ശനിയാഴ്ച ദിവസമാണ് നറുക്കെടുപ്പ്. ആ നറുക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കായിരിക്കും മിക്കവാറും നറുക്കെടുപ്പ് നടക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയുന്ന സമയത്തും, അതായത് മുഹൂർത്തം അല്ലെങ്കിൽ എന്ന് പറയാം, നമ്മൾ കേൾക്കുന്ന സമയത്തും അറിയുന്ന സമയത്തുമാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ലോട്ടറി ഭാഗ്യം, ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുക്കുന്ന ഇത് ഏകദേശം 3 മണിക്കോ 3:30 അവസാനിക്കുകയായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ കുറേ പ്രൈസുകളുണ്ട്. അതായത് ഒന്നാം സമ്മാനമായിട്ട് 25 കോടിയും, രണ്ടാം സമ്മാനമായിട്ട് 1 കോടി വീതം 20 പേർക്കും, മൂന്നാം സമ്മാനമായിട്ട് 50 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനമായിട്ട് 5 ലക്ഷം വീതം 10 പേർക്കും, 5ാം സമ്മാനമായിട്ട് 2 ലക്ഷം വീതം 10 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലക്ഷങ്ങളുടെ ആണ് ഉള്ളത്. അപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നതും ഒരു ഭാഗ്യമായിട്ട് കണക്കാകാം. സാധാരണക്കാർക്ക് ഇപ്പോൾ 2 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ 1.5 ലക്ഷം 1.25 ലക്ഷമൊക്കെ കിട്ടുകയുള്ളൂ. അതൊരു വഴിത്തിരിവാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ചിലവർ കോടി എടുക്കുന്നവർ എന്തായാലും വലിയ പ്രൈസിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. ഒരു 5000 കിട്ടാൻ വേണ്ടി ആരും കോടി എടുക്കാറില്ല. അതിന് സാധാരണ ലോട്ടറി എടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ കോടി അടിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. കോടി അടിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 1 കോടി അടിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസായിട്ട് 25 കോടി അടിക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം അടിക്കണം. ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും അടിച്ചാൽ, അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും അടിച്ചാൽ കുറച്ചെങ്കിലും സമ്മാനത്തുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഏകദേശം 20, 40, 10, 51 ആളുകൾക്ക് ഏകദേശം നല്ലൊരു തുക കിട്ടുവാനുള്ള സാധ്യത. 51 ഭാഗ്യശാലികളെ അന്നേക്ക് ഈ നറുക്കെടുപ്പിലൂടെ കേരള ഗവൺമെൻറ് ബമ്പർ ഇറക്കുന്നതും അന്നേക്ക് നറുക്കെടുക്കുന്നതും. അപ്പോൾ ആ സമയത്ത് ആർക്കെല്ലാം ഭാഗ്യം ഉദിച്ചു വരുന്ന നക്ഷത്രക്കാരുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏകദേശം കണക്കാക്കുകയാണെങ്കിൽ കാർത്തിക സൂര്യദശയിലാണ് ജനനം. അത് കഴിഞ്ഞ് 10 വർഷം ചന്ദ്രദശ, 13 വയസ്സ് വരെയും ഏകദേശം കണക്കാക്കാം. 20 വയസ്സ് വരെയും ചൊവ്വാദശയും
38 വയസ്സ് വരയ്ക്കും രാഹു ദശയാണ്. അപ്പോൾ ഏകദേശം 23 വയസ്സ് തൊട്ടിട്ട് 35 വയസ്സ് വരയ്ക്കുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് രാഹു ദശാകാലത്താണെങ്കിൽ, രാഹു ശരിക്കും ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറയുന്ന ഒരു സാധനമാണ് രാഹു. അതായത് രാഹു കൊടുക്കുന്നതും രാഹുവിനെ പോലെ കൊടുക്കുന്നതുമില്ല, രാഹുവിനെ പോലെ കെടുത്തുന്നതുമില്ല എന്നാണ് രാഹു ദശയെക്കുറിച്ച് പറയാറുള്ളത്. അപ്പം രാഹു 3, 6, 11 ഭാവങ്ങളിൽ ജാതകത്തിൽ 3, 6, 11 ഭാവങ്ങളിൽ ജാതകത്തിൽ നിൽക്കുന്ന ദശാകാലത്താണെങ്കിൽ ഇവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയുണ്ട്, ഓണം ബമ്പർ. അതുപോലെ തന്നെ ജാതകത്തിൽ 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലത്തിൽ ശുക്രന്റെ അപഹാരകാലം കൂടി വന്നാലേ കൂടുതൽ പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. ശുക്രന്റെ അപഹാരകാലം, ശുക്രൻ 11ാം ഭാവാധിപനോ 2ാം ഭാവാധിപനോ ഭാഗ്യാധിപനോ ആയിരിക്കണം. അല്ലെങ്കിൽ 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനോ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനോ അല്ലെങ്കിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനോ ആയിരിക്കണം. ശുക്രൻ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ലോട്ടറി അടിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഹുവിൽ വ്യാഴത്തിൻ്റെ അപഹാരകാലത്തിലും ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുവിൽ വ്യാഴത്തിൻ്റെ അപഹാരകാലം. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു രാഹുർദേശ തുടങ്ങുകയാണെങ്കിൽ ഏകദേശം 20 വയസ്സോട്ട് തുടങ്ങുകയാണെങ്കിൽ രാഹുവിൻ്റെ ശോഭകാലം 23 വയസ്സാണ്. 23 വയസ്സ് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരകാലം 25 വയസ്സ് വരയ്ക്കും, 25.5 വയസ്സ് വരയ്ക്കും വ്യാഴത്തിൻ്റെ അപഹാരകാലമായിരിക്കും. ജാതകം നോക്കിയാൽ കൃത്യനിഷ്ഠയായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വരയ്ക്കാനുള്ള സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദശാകാലങ്ങളിലും ഈ അപഹാരകാലങ്ങളിലായിരിക്കും നടക്കുന്നത്. ആ വ്യാഴവും ഞാൻ പറഞ്ഞ മാതിരി 2, 9, 11 ഭാവാധിപ്യം വെച്ചുകൊണ്ട് ഇഷ്ടസ്ഥാനത്തിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിലും അംശകസ്ഥിതിയിലും അതുപോലെ തന്നെ ആയിരിക്കണം നിൽക്കുന്നത്. അംശിക്കുന്നത് ബന്ധുക്ഷേത്രത്തിൽ ഉച്ചക്ഷേത്രത്തിൽ സ്വക്ഷേത്രത്തിലും ആയിരിക്കണം. അതിന് ജാതകം പരിശോധിച്ചാലേ കൃത്യനിഷ്ഠയായിട്ട് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പരിശോധിച്ചവർക്കാണെങ്കിൽ അറിയാൻ തീർച്ചയായിട്ടും പറ്റും. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും കാർത്തിക നക്ഷത്രക്കാർക്ക് അടിക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന 35 വയസ്സിന് ശേഷമാണെങ്കിൽ വ്യാഴദശാകാലമായിരിക്കും. അതായത് 38 വയസ്സ് വரைക്കും ഏകദേശം ഗർഭശിഷ്ട ദശ 3 വർഷം കണക്കാക്കിയിട്ടാണ് പറയുന്നത്. സൂര്യദശ 7 വർഷം, ചൊവ്വ 20, 18 വർഷം, രാഹു 38 വയസ്സിന് ശേഷം വ്യാഴം ദശ 16 കൊല്ലമാണ്. അപ്പോൾ 38, 54 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ വ്യാഴദശാകാലമാണ്. വ്യാഴം 11ലോ 2ാം ഭാവത്തിലോ ഭാഗ്യസ്ഥാനത്തിലോ ത്രികോണസ്ഥാനമായ 5ാം ഭാവത്തിലോ 9ാം ഭാവത്തിലോ, തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഭാഗ്യസ്ഥാനം നിൽക്കുന്ന 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഭാഗ്യസ്ഥാനം നിൽക്കുന്ന അല്ലെങ്കിൽ 2ാം ഭാവത്തിൽ ധനസ്ഥാനം നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലങ്ങളിൽ അപഹാരനാഥൻ കൂടി ഈ 2ാം ഭാവാധിപൻ്റെയോ ഭാഗ്യാധിപൻ്റെയോ 11ാം ഭാവാധിപൻ്റെയോ അപഹാരങ്ങളിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നീ അപഹാരങ്ങളിൽ കൂടി ആണുങ്ങൾ സമയത്താണ് ഈ ലോട്ടറി ഭാഗ്യം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന, അതായത് യൗവനപ്രായത്തിലുള്ളവർക്ക് ഏകദേശം പറഞ്ഞു വാർദ്ധക്യ സംബന്ധം നല്ലൊരു പ്രായം കഴിഞ്ഞ് 38 വയസ്സിന് ശേഷം 54 വയസ്സ് വരെക്കുള്ള വ്യാഴദശാകാലത്തിലും ഇതിനുള്ള സമയമുണ്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 54 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലോ 54 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ വ്യാഴം കഴിഞ്ഞ് ശനിദശാകാലമായിരിക്കും. ആ ശനിദശാകാലം പറയുമ്പോൾ 54, 59, 64, 73 വയസ്സ് ശനിദശാകാലമാണ്. ആ ശനി സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ 11ലോ 11ാം ഭാവത്തിലോ 3ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ നിൽക്കുന്ന ശനിയാണെങ്കിലേ ഈ ലോട്ടറി ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ബുധന്റെ അപഹാരത്തിലോ ശുക്രന്റെ അപഹാരത്തിലോ ആയിരിക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക. അതും മൂലക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ഭാഗ്യാധിപനായിട്ടും 11ാം ഭാവാധിപനായിട്ടും 2ാം ഭാവാധിപനായിട്ടുള്ള ഒരു അപഹാരത്തിൽ അടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു കാര്യമാണ് ഈ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യത്തെ പറ്റി പറഞ്ഞത്. നമസ്കാരം.